ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം മെയ് 3. ഒരു ഭവനത്തിനായി കൊതിക്കുക. നിങ്ങളുടെ ഹൃദയം അവൻ്റെ മുൻപിൽ പകരുവേൻ. ദൈവം നമുക്ക് സങ്കേതമാകുന്നു. സങ്കീർത്തനം 62:8. ആനി ഓഫ് ഗ്രീൻ ഗേബിൾസ് എന്ന കഥകളിലെ പ്രധാന കഥാപാത്രമായ ആനി ഒരു വീടിനായി കൊതിച്ചു. അനാഥയായ അവൾക്ക് എപ്പോഴെങ്കിലും വീട് എന്ന് വിളിക്കുവാൻ ഒരു സ്ഥലം കണ്ടെത്തുമെന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ മാത്യു എന്ന പ്രായമായ ഒരാളും തൻ്റെ സഹോദരി മാരില്ലയും അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവരുടെ വീട്ടിലേക്കുള്ള യാത്രയിൽ ആനി തുടർച്ചയായി സംസാരിച്ചു കൊണ്ടിരുന്നതിൽ ആനി ക്ഷമ ചോദിച്ചു. ശാന്തപ്രകൃതക്കാരനായ മാത്യു പറഞ്ഞു, നീ ഇഷ്ടം പോലെ എത്ര വേണമെങ്കിലും സംസാരിച്ചോളൂ, ഒരു പ്രശ്നവുമില്ല. ആനിൻ്റെ കാതുകൾക്കത് സംഗീതമായി തോന്നി. ആർക്കും അവളെ വേണ്ട എന്നാണ് അവൾ എപ്പോഴും കരുതിയിരുന്നത്. പ്രത്യേകിച്ച് അവളുടെ സംസാരം കേൾക്കാൻ ആരും കൂട്ടാക്കിയിരുന്നില്ല. പക്ഷേ വീട്ടിലെത്തിയപ്പോൾ വയലിൽ സഹായിക്കുവാൻ ഒരു ആൺകുട്ടിയെയായിരുന്നു അവരുടെ സഹോദരങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതെന്ന് അവൾ മനസ്സിലാക്കി. അവളുടെ പ്രതീക്ഷകൾ അസ്തമിച്ചു. തിരികെ പോകേണ്ടി വരുമെന്ന് അവൾ ഭയപ്പെട്ടു. പക്ഷേ അവർ അവളെ അവരുടെ കുടുംബത്തിൻ്റെ ഭാഗമാക്കിയപ്പോൾ സ്നേഹമുള്ള ഒരു ഭവനത്തിനായുള്ള ആനിൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കപ്പെട്ടു. ആരുമില്ലെന്നും ഒറ്റയ്ക്കാണെന്നും തോന്നിയ സമയങ്ങൾ നമുക്കെല്ലാവർക്കുമുണ്ട്. എന്നാൽ യേശുവിലുള്ള രക്ഷയിലൂടെ നാം ദൈവത്തിൻ്റെ കുടുംബത്തിൻ്റെ ഭാഗമായി തീരുമ്പോൾ ദൈവം നമുക്കൊരു ഉറപ്പുള്ള ഭവനമായി മാറുന്നു. ദൈവം നമ്മിൽ പ്രസാദിക്കുകയും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ദൈവത്തോട് സംസാരിക്കുവാൻ നമ്മെ ക്ഷണിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ആശങ്കകൾ, പ്രലോഭനങ്ങൾ, സങ്കടങ്ങൾ, പ്രതീക്ഷകൾ എല്ലാം സങ്കീർത്തനക്കാരൻ നമ്മോട് പറയുന്നു, നിങ്ങളുടെ ഹൃദയം അവൻ്റെ മുൻപിൽ പകരുവീൻ. ദൈവം നമുക്ക് സങ്കേതമാകുന്നു. മടിക്കരുത്. ഇഷ്ടം പോലെ ദൈവത്തോട് സംസാരിക്കുക. അവൻ അതൊന്നും പ്രശ്നമല്ല. ദൈവം നമ്മിൽ സന്തോഷിക്കുന്നു. ദൈവം നമ്മുടെ സങ്കേതമാകുന്നു. ചിന്തിക്കുക, ഏതു സാഹചര്യങ്ങളാണ് ദൈവത്തെ നിങ്ങളുടെ സങ്കേതമാക്കുവാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത്? നിങ്ങൾ ദൈവത്തോട് എന്താണ് സംസാരിക്കുവാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്? ദൈവത്തിനു മഹത്വം.